മലയാളത്തിൽ വളരെ പണ്ട് 60കളുടെ തുടക്കത്തിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടൊരു ബാനറായിരുന്നു ചിത്രസാഗർ. വി അബ്ദുള്ള എന്ന് പറയുന്ന എന്ന് പേരുള്ള ഒരാളായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹവും പി ഭാസ്കരൻ മാഷുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടൊക്കെയാണ് ചിത്രസാഗർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നതും അതിൻ്റെ ബാനറിൽ സിനിമകൾ എടുക്കുന്നതും. അതിൽ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പാട്ടുകളിൽ പ്രത്യേകിച്ച് ജാനകി പാടിയ പാട്ടുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പാട്ടല്ല, ഏറ്റവും നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നം വരും. അപ്പോൾ ഏറ്റവും നല്ല 10 പാട്ടിലൊന്ന് എന്ന് പറഞ്ഞ് ചുരുക്കാൻ നോക്കും. ഏറ്റവും നല്ല 10 പാട്ടിലൊന്നായിട്ടുള്ള ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറഞ്ഞ പാട്ടല്ലോ. കരിക്കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത, ആ പാട്ടൊക്കെ ഉള്ള പടമാണ് ഈ അമ്മയെ കാണാൻ എന്ന് പറയുന്നത്. ഇത് വളരെ മെലോ ഡ്രാമ ഇതൊക്കെ ആയിട്ടുള്ള വളരെ ശോകമുഖമായിട്ടൊക്കെ വരാവുന്ന, പിന്നെ സന്തോഷപര്യവസായി തീരുന്നൊരു പടം. സത്യൻ വക്കീൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല സമ്പന്നനായിട്ടുള്ളൊരു വീട്ടിലെ ആളാണ് സത്യൻ്റെ കൂട്ടുകാരൻ മധു ഉണ്ട്, സത്യൻ്റെ പെങ്ങള് ഉണ്ട്, പിന്നെ പെങ്ങളുടെ ഒരു കൂട്ടുകാരി വാസന്തി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു വേഷമുണ്ട്, മറ്റൊരു ലീലയാണ് പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ അച്ഛനായിട്ട് കോട്ടയം ചെല്ലപ്പനാണ്. ഇവർ വക്കീൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇനി അയാൾക്ക് ബാരിസ്റ്റർ പരീക്ഷ പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകണം. ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് ഒരു മാസത്തെ ഗ്യാപ്പുണ്ട്. ആ ഒരു മാസം പുള്ളി ഒരു ചിത്രകാരനും സംഗീതജ്ഞനും ഒക്കെയാണ്. അപ്പം ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു കുട്ടനാടൻ സ്റ്റൈലിലുള്ള ഈ ചെറിയ ചെറിയ കായലിൻ്റെ സമീപത്തും നടുക്കുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തുരുത്തുകളും ഒക്കെയുള്ള വഞ്ചികൾ കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു തനി ഗ്രാമപ്രദേശത്ത് പോയിട്ട് ഒരു തുരുത്തിൽ പണ്ട് എന്നോ ഒരു സായിപ്പ് പണിതിരുന്ന ഒരു വലിയ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൽ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. അപ്പോൾ അവിടെ പുള്ളിക്ക് താമസിക്കാം, അതിലൊരു കാവൽക്കാരനൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് പുള്ളി അവിടെ താമസിക്കുകയാണ്. രാവിലെ പാട്ട് കേട്ടിട്ട് ഒരു പാട്ട് ദൂരത്ത് നിന്നുള്ളൊരു പാട്ട്, അതാണ് ഈ ഉണരുണരു എന്ന് പറഞ്ഞു. ഉണരുണരു അങ്ങനെ പോകുന്നൊരു പാട്ടില്ല, പാടാൻ പറ്റില്ല എനിക്കൊന്നും. ജാനകിക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് ആ പാട്ട്. രസമായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് എൻ്റെ ആ വിരുത്തം കേട്ടിട്ട് തന്നെ സത്യൻ ഉണർന്നു വരുവാണ്. നല്ല സ്വാഭാവികമായിട്ട് നമ്മളൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെ വരും, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണർന്നു വരുമോ ആ ഒരു രീതി തന്നെ സത്യൻ നല്ല നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വേഷം. അങ്ങനെ എഴുന്നേറ്റ് വരും. ഈ പെണ്ണിനെ കാണാം, അംബിക എന്ന് പറഞ്ഞാൽ പഴയ നീലത്താമരയൊന്നുമല്ല, അതിനൊക്കെ മുമ്പുള്ള 60കളിലെ അംബികയുണ്ട്. ആ അംബികയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഈ പഴയ പടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് കഥ അറിയാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമില്ല. കഥ അറിയുന്ന ഒരു രസം, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, കൺവേ ചെയ്യാനുള്ള ഒരു മീഡിയം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കേണ്ട അന്നത്തെ പശ്ചാത്തലങ്ങൾ, സ്ഥലങ്ങൾ എങ്ങനെയായിരുന്നു, കെട്ടിടങ്ങൾ എങ്ങനെയായിരുന്നു, ആൾക്കാരെങ്ങനെയായിരുന്നു, അവിടെ മേക്കപ്പ്, ഹെയർ സ്റ്റൈല് പോലും വസ്ത്രധാരണ രീതികൾ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു 16 17 അല്ല 17 18 19 അല്ല മാക്സിമം വന്ന 20 വയസ്സുള്ളൊരു പെൺകുട്ടി മുണ്ടെടുത്തിട്ട് രണ്ടാം മുണ്ട് തോളത്തിട്ടിട്ട് നടക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പണ്ട് അങ്ങനെയായിരുന്നു. 60കളിലൊക്കെ പഴയ ശീലയും ശാരദയും ഈ പറഞ്ഞ അംബികയും ഇവരൊക്കെ അതുപോലത്തെ, മിസ് കുമാരി, ഇവരൊക്കെ അതുപോലത്തെ വേഷത്തിലാണ് നടന്നിരുന്നത്. അപ്പം ഇതിലെ ഈ നായികയായിട്ട് വരുന്ന അംബിക അങ്ങനത്തെ ഒരു വേഷത്തിലാണ് ഈ വള്ളം തുഴഞ്ഞു വരുന്നതും ഒരു പെൺകുട്ടി കടത്ത് വള്ളം തുഴയാനായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെണ്ണെന്ന് വഞ്ചി തുഴഞ്ഞുകൊണ്ട് പോയിരുന്നു അല്ലെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതൊക്കെ രസമുള്ള ഓർമ്മകളാണ് നമ്മളെ സംബന്ധിച്ച്. അതുപോലെ ഇത്രയും നല്ല പാട്ടുകൾ. ഇങ്ങനെ ഒരു ആ പെണ്ണുമായിട്ട് പരിചയത്തിലായി ഇവർ സത്യന് വളരെ ഇഷ്ടപ്പെടും. സത്യൻ അതിസമ്പന്നനാണ്. ഇത് വഞ്ചി തുഴഞ്ഞ് നടക്കുന്ന ഒരു കൂടുതൽ കഴിയുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ അച്ഛനുണ്ട്, കുട്ടായി എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞാണ്ടിയാണ് കുട്ടായി ആയിട്ട് വരുന്നത്, അച്ഛനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും ഇങ്ങനെ പതിവ് ഫോർമുല പോലെ പോകും ഈ സാധനം. ഒരു മഴ പെയ്യുന്ന ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞു, കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ട്, ഇയാൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അന്ന് ഈ കുട്ടായി അച്ഛൻ വീട്ടിലില്ലാത്തപ്പോൾ ഇവള് ആ വീട്ടിൽ അഭയം കൊടുക്കും. നമ്മളിത് പല പടത്തിൽ കണ്ടിട്ടുണ്ട്. റോസി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ പല പടത്തിലുണ്ട്. മഴയും ഇതെല്ലാം കൂടെ അനുകൂല സാഹചര്യം വന്നപ്പോൾ ഇവരറിയാതെ അടുത്ത് പോയി, അരുതാത്തത് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരുന്നു. ഇവള് ഗർഭിണിയാകും. ഇയാൾക്കാണെങ്കിൽ ഇയാളിത് അറിയാതെ ബാരിസ്റ്റർ പരീക്ഷ പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോകും. വേറെ കോണ്ടാക്ട് ചെയ്യാൻ മാർഗമൊന്നുമില്ല. ഇവള് ഈ അപമാനഭാരം, ഗർഭിണിയായി എന്നുള്ള, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്നൊക്കെ പറയുന്ന അപമാനഭാരം ഇത് വീട്ടിലെറിഞ്ഞ് അപ്പൻ കുഞ്ഞാണ്ടി ഹൃദയസ്തംഭനം വന്ന് മരിക്കും. ഇവൾക്ക് ആശ്രയമില്ലാതാകും. അങ്ങനെ പോകും.
പ്രസവിച്ചിട്ട് ഈ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കും. അവിടുന്ന് കുഞ്ഞ് വളർന്നു വരുന്നു. ഇയാൾ ബാരിസ്റ്റർ പരീക്ഷ കഴിച്ചിട്ട് ഇയാൾ തിരിച്ചു വരും. അപ്പം ഇയാളെ സത്യനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, വാസന്തി എന്ന് പറഞ്ഞൊരു നടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവള് സത്യനെ പ്രേമിച്ചിരിക്കുകയാണ്. പക്ഷെ സത്യന് ഇവളെ ഒരു സഹോദരിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവളെ കല്യാണം കഴിക്കുകയില്ല. അങ്ങനെ ഒരു ഈ അനാഥാലയത്തിൻ്റെ കാലങ്ങൾ കടന്നു പോകും. ഈ അന്ന് ഉപേക്ഷിക്കപ്പെട്ട കുട്ടി വളർന്ന് കുറച്ചുകൂടെ മുതിർന്നിട്ട് നമ്മുടെ ബേബി വിനോദിനി ആയിട്ട് മാറും. ബേബി വിനോദിനി എന്ന് പറഞ്ഞാൽ കണ്ണും കരളും എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു ബാലതാരമായിരുന്നു. എനിക്ക് 10-15 പടത്തിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായിട്ട്. നല്ല പുതിയ ആകാശം പുതിയ ഭൂമിയുണ്ട്, ഭക്ത കുചേല, അങ്ങനെയൊക്കെ പറഞ്ഞ പടങ്ങളുടെ സ്നേഹദീപം എന്നൊക്കെ പറഞ്ഞ പടങ്ങളിൽ അഭിനയിച്ചു. ഒന്നാം തരം ബലൂൺ തരാം എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇല്ല, വളരെ വൈറലായിട്ട് ഇപ്പോൾ ഇതിലൊക്കെ വരുന്നതാണ്. ആ പാട്ടിൽ പാടി അഭിനയിച്ചിരിക്കുക, ആ രംഗത്തൊക്കെ വന്നിരിക്കുന്നതാണ് ഈ ബേബി വിനോദിനി എന്ന് പറയുന്നത്. ബേബി വിനോദിനിയുടെ ചേച്ചി ഉണ്ടായിരുന്നു, ബേബി വിലാസിനി ഗുരു ഗോപിനാഥിൻ്റെ, അതായത് നമ്മുടെ കേരള നടനം എന്നൊക്കെ പറഞ്ഞ നൃത്ത രൂപം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സാമാന്യ പ്രതിഭയായിരുന്നു ഡാൻസിൽ ഗുരു ഗോപിനാഥ്. അദ്ദേഹത്തിൻ്റെ മകളാണ്, ഇളയ മകളാണ് ഈ ബേബി വിനോദിനി എന്ന് പറയുന്നത്. ബേബി വിനോദിനി ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോഴത്തെ ബേബി ശാലിനിയെ പോലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ പിന്നെ ബേബി വിനോദിനി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അറിയാനായിട്ട്, ഈ പാട്ടിലൂടെയൊക്കെയാണ് അറിയുന്നത്. ബേബി വിനോദിനി അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെ നീല പ്രൊഡക്ഷൻസ് ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു. ആ ദേവി കന്യാകുമാരിയിൽ ദേവിയായിട്ട് വന്നിരുന്നത് ഈ വിനോദിനിയായിരുന്നു. വളരെ ഐശ്വര്യമുള്ളൊരു മുഖം, അതായത് ഈ കണ്ടുമടുത്ത ഒരു സിനിമാ താരത്തിൻ്റെ മുഖം പോലെ അല്ലാതെയുള്ള ഐശ്വര്യമുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ദേവി എന്നുള്ള സങ്കല്പം വരത്തക്ക രീതിയിൽ തന്നെയുള്ള അസാധ്യ ഒരു കാസ്റ്റിംഗ് വരുന്നത് ഈ നീല ഗ്രൂപ്പിൻ്റെ, നീല പ്രൊഡക്ഷൻസിൻ്റെ നല്ല രസമായിട്ട് വന്നിരുന്ന ഒരു പടമായിരുന്നു ഈ ദേവി കന്യാകുമാരി. അതിലാണ് അവരെ എനിക്ക് തോന്നുന്നു അവസാനം അഭിനയിച്ചില്ല, അതിലാന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നു എന്നാണ് അറിവ് ബേബി വിനോദിനി. അപ്പോൾ ഈ ബേബി വിനോദിനിയായിട്ടാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. ഈ പടത്തിൽ ബേബി വിനോദിനിക്ക് വേണ്ടിയിട്ട് തന്നെ വിനോദിനി അഭിനയിക്കുന്ന 3 പാട്ടുകളുണ്ട്. പാട്ട് എഴുതിയിരിക്കുന്ന ഭാസ്കരൻ മാഷാണ്, മ്യൂസിക് കൊടുത്തിരിക്കുന്ന കെ രാഘവൻ മാഷാണ്. അന്ന് അദ്ദേഹം കെ രാഘവൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് പുറത്ത് സർക്കാർ ജോലികൾ, അപ്പോൾ പുറത്ത് വർക്ക് ചെയ്യാൻ പാടില്ല, ഇത്തരം ജോലികൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെ നിയമമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രഘുനാഥ് എന്നുള്ള വ്യാജ നാമത്തിലായിരുന്നു അന്ന് ചെയ്തിരുന്നത്. വളരെ ചുരുക്കമായിട്ട് അത് നമുക്കൊരു വലിയ നഷ്ടമാണ്, ഇങ്ങനെ ഈ നിയമമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നമുക്ക് കുറെ കൂടെ കൂടുതൽ നല്ല പാട്ടുകൾ കിട്ടുമായിരുന്നു. പിന്നെ വളരെ സ്നേഹബന്ധത്തിൻ്റെ പേരിലുമൊക്കെ വളരെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പാട്ടുകൾ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തിരുന്ന ഒരു പടമാണ് ഈ അമ്മയെ കാണാൻ. അതിൽ ഈ അനാഥാലയത്തിലെ കുട്ടികൾ, അന്തേവാസികളായിട്ടുള്ള പിള്ളേരെല്ലാവരും കൂടി ഇരുന്നിട്ട് പാടുന്നു, ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം. അത് ആ പാട്ട് പ്രാർത്ഥനാഗാനമായിട്ട് എഴുതിയിരിക്കുന്ന ഭാസ്കരൻ മാഷല്ല, അത് പന്തളം കേരളവർമ്മ എന്ന് പറയുന്ന വളരെ ഇതായിട്ടുള്ള ഭാസ്കരൻ മാഷിന്റെ ഈ സിനിമയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് ഈ ദൈവമേ കൈതൊഴാം എന്നുള്ളത്. ട്യൂൺ ചെയ്തത് കെ രാഘവനാണെന്നുള്ളതും പിന്നെ സിനിമയിലെടുത്തത് സംവിധാനം ചെയ്തത് പി ഭാസ്കരനാണെന്നുള്ളതായിരുന്നു എൻ്റെ പ്രത്യേകത. പാട്ടുരംഗത്ത് ബേബി വിനോദിനിയാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ബേബി വിനോദിനിക്ക് ആ അനാഥാലയത്തിലെ ഒരു എന്താ പറയേണ്ട ഒരു ചുമതലക്കാരി എന്നുള്ള മട്ടിൽ വരുന്നതാണ് ഈ സത്യനെ പ്രണയിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന വാസന്തി എന്ന് പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നു പറഞ്ഞില്ല, ആ നടി അവതരിപ്പിച്ച കഥാപാത്രം. അപ്പം അവര് ഈ കുട്ടിയെ ഉറക്കാനും ഒക്കെ ആയിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും കാവേരി പുഴ തന്നിൽ കുളി, ഇത്രയൊന്നും പാടണ്ടേ, ജസ്റ്റ് ഒരു സൂചന മാത്രം. ആ ഒരു പാട്ട്. പിന്നെ ഈ അനാഥാലയത്തിൻ്റെ വാർഷിക പരിപാടിക്ക് ഒരു നൃത്ത ഇതായിട്ട് ഒരു ഇത് വരുന്നുണ്ട്, ഗോക്കളെ മേച്ചുകൊണ്ട് പറഞ്ഞു. ആ പാട്ട് പിൽക്കാലത്ത് ഈ പടം വന്നതോടുകൂടി കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കൂളുകളിലും ഇതൊരു സോളോ ഡാൻസിന് പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നൊരു പാട്ടായിട്ട് മാറി. ഗോക്കളെ മേച്ചുകൊണ്ടും കാളിന്തി തീരത്തുള്ള പൂക്കളെറുത്തുകൊണ്ടും ഗോവിന്ദനെന്നു വന്നു ഗോക്കളെ, അങ്ങനെ പാട്ടുണ്ട്. അത് ഈ ശ്രീകൃഷ്ണന്റെ വേഷത്തില്
അരങ്ങ് നിറഞ്ഞാടാൻ പറ്റുന്ന ഒരു ഡാൻസായിട്ട് എല്ലാവരും ഏറ്റെടുക്കുകയും വളരെയധികം ഹിറ്റാകുകയും ചെയ്ത ഒരു പാട്ടായിരുന്നു. നല്ല രസമായിട്ട് വന്നൊരിതായിരുന്നു. സത്യനെ ഇഷ്ടപ്പെട്ടിരുന്ന, സത്യനെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു നായികയുടെ സഹനായികയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, വാസന്തി അവതരിപ്പിച്ച ക്യാരക്ടർ. ആ വാസന്തിക്ക് വേണ്ടിയിട്ട് പ്രാണന്റെ പ്രാണനിൽ പ്രതീക്ഷതൻ, അങ്ങനെ നല്ലൊരു പാട്ടുണ്ട്. ശരിക്കൊരു ഗസലിൻ്റെ ഒക്കെ ഒരു സുഖം വരുന്ന, ശരിക്കും അതിന് അർഹിക്കുന്ന പ്രാധാന്യം ആ പാട്ടിന് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളത് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് സെർച്ച് ചെയ്തിട്ട് ആ പാട്ടൊന്ന് കേട്ട് നോക്കുന്നത് നന്നായിരിക്കും. പ്രാണന്റെ പ്രാണനിൽ എന്ന് പറഞ്ഞിട്ട് വളരെ രസമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ട്. പി ലീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. നല്ല രസമായിട്ട് വന്നിരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ എസ് ജാനകി അംബികയ്ക്ക് വേണ്ടി പാടിയിരിക്കുന്ന വേറൊരു പാട്ടുണ്ട്. കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. രസമുള്ളൊരു പാട്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിക്ചറൈസ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഈ സത്യനും അംബികയും തമ്മിൽ അവരുടെ പ്രണയത്തിന്റെ സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്. സത്യൻ പെയിന്ററായിട്ട് ഈ അംബികയുടെ പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. മധുരപ്പതിനേഴുകാരി, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട്, അതും നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ പാട്ടുകളെല്ലാം ആയിട്ട് വരുന്ന ഞാനിത് പറയുന്നത് ഈ അന്നത്തെ സിനിമകളിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഈ കഥയുടെ ഒരു ഏകദേശമൊക്കെ വരുന്നു, ഏകദേശ രൂപം വരുന്നുണ്ട്. ഇയാള് തിരിച്ച് അവിടുന്ന് വരുന്നത്, ഈ കുട്ടിയെ അന്വേഷിക്കുന്നത്, അവസാനം കുട്ടിയെ കണ്ടെത്തുന്നു, അംബികയെ കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ അത് അന്വേഷണത്തിനൊടുവിൽ അവസാനം അംബികയെ കണ്ടെത്തുന്നതായിട്ട് ഇവർ രണ്ടും വീണ്ടും ഒരുമിച്ച് ചേർന്ന് ഈ കുട്ടിയായിട്ട് ചേർന്ന് സുഖമായിട്ട് ജീവിതം തുടരാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കഥ വരുന്നത്. പക്ഷെ ഇതിലൊന്നും പെടാത്ത കുറേയേറെ കഥാപാത്രങ്ങൾ. അന്നത്തെ അതൊരു പ്രത്യേകതയായിരുന്നു ആ സിനിമകളുടെ. അടൂർ ഭാസ ചെയ്യുന്നൊരു അയ്യരുടെ ഒരു വക്കീലിന്റെ വേഷമുണ്ട്, എസ് പി പിള്ള ചെയ്യുന്ന വേഷമുണ്ട്, ബഹദൂർ ചെയ്യുന്ന ഒരു അലക്കുകാരന്റെ വേഷമുണ്ട്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. ഒരുപക്ഷെ സിനിമയുടെ ദൈർഘ്യം കൂട്ടാനായിരിക്കാം, അല്ലെങ്കിൽ കോമഡി എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണേലും അങ്ങനെ വന്നിരിക്കുന്ന ഒരു പടമായിരുന്നു ഇത്. ഈ പടം ഞാൻ സെലക്ട് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, ഒന്ന് ചിത്രസാഗർ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് പറയാനായിട്ട്, ഈ ഉണരുണരു ഉണ്ണിപ്പൂവ്, പിന്നെ പ്രാണന്റെ പ്രാണനിൽ നിന്നുള്ള പാട്ടുകൾ, ബേബി വിനോദിനിയെ കുറിച്ച്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാട്ട്. പിന്നെ ഇവരുടെ അടുത്ത ഒരു പടം വന്നു, അതൊന്ന് കുറച്ചുകൂടെ ഇതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അതൊരു അടുത്തൊരു എപ്പിസോഡിൽ പറയാം.